നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കോടതിക്ക് പുറത്ത് എൻ വാസുവിനെതിരെ BJPയുടെ പ്രതിഷേധം. വധശിക്ഷയ്ക്ക് വിധിച്ച ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്തയച്ചു. ഉഭയകക്ഷി കരാർ പ്രകാരം ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം. കരുതലോടെ പ്രതികരിക്കാൻ ഇന്ത്യ. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. വിട്ടുനിന്ന് രാഹുൽ ഗാന്ധി. രാഹുൽ എവിടെയെന്ന് ആർക്കും അറിയില്ലെന്ന വിമർശനവുമായി BJP. ഇന്ത്യൻ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. മുംബൈയിൽ സംസ്കാരം നടത്തി. നഷ്ടമായത് ബോളിവുഡിന്റെ ഹീമാൻ എന്നറിയപ്പെടുന്ന അതുല്യ പ്രതിഭയെ. അമൃത TVയുടെ പ്രഥമ ഡിജിറ്റൽ മീഡിയ പുരസ്കാരം സമ്മാനിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും R ശ്രീകണ്ഠൻ നായർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അമൃത ടെലിവിഷൻ മാറിയെന്നും ഗുണമേന്മ കാത്തുള്ള 20 വർഷത്തെ പ്രവർത്തന മേന്മയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത TVയുടെ സവിശേഷതയായി ഞാൻ കാണുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനായി SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ 26-ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെയും N വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുക. അതേസമയം N വാസുവിന്റെ റിമാൻഡ് കാലാവധി വിജിലൻസ് കോടതി വീണ്ടും നീട്ടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന നിർണായക വിവരങ്ങളിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമെന്നാണ് സൂചന. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി കോടതി വാസുവിനെ ചോദ്യം ചെയ്യാനായി അനുവദിക്കുകയും ചെയ്തു. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിലും വിജിലൻസ് കോടതി ഈ നിലപാട് സ്വീകരിച്ചേക്കും. അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. തിരുവാഭരണം കമ്മീഷണറായ KS ബൈജുവിന്റെയും N വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വാസുവിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കസ്റ്റഡി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. കോടതിക്ക് പുറത്ത് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു. വലിയ സുരക്ഷ ഒരുക്കിയാണ് N വാസുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് നയതന്ത്ര കുറിപ്പ് കൈമാറി. അതേസമയം വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. നയതന്ത്ര കുറിപ്പ് ഇന്ത്യക്ക് കൈമാറിയെന്ന് ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചു. നേരത്തെ ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രേഖാമൂലം ഉന്നയിച്ചിരുന്നില്ല. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. രേഖാമൂലം ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ നിലപാട് അറിയിക്കുമെന്നാണ് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നത്. ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കാനേ ഇടയാക്കൂ എന്നും പ്രശ്നപരിഹാരത്തിന് സഹായകമാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. പ്രശ്നപരിഹാരത്തിന് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അന്താരാഷ്ട്ര കോടതി ശിക്ഷിച്ച ഷെയ്ഖ് ഹസീനയെ രാജ്യത്തെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ധാക്കയിലും രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ്. കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. 2024 വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ നടന്ന കൊലപാതകങ്ങൾക്ക് നവംബർ 17-നാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്.
മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനും വധശിക്ഷ വിധിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം അസദുസ്മാൻ ഖാൻ കമാലും ഇന്ത്യയിലുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം 2 കുറ്റവാളികളെയും കൈമാറണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും രേഖാമൂലം ഇന്ത്യയോട് ആവശ്യമുന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖാമൂലം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രപതി മഹോദയ. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ ईश्वर की शपथ लेता हूँ कि मैं ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. 1962 ഫെബ്രുവരിയിൽ ഹരിയാനയിലെ ഹിസാർ ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം. സംസ്കൃത അധ്യാപകനും കർഷകനുമായ അച്ഛനിൽ നിന്ന് മാറി നിയമവഴിയിലൂടെയായിരുന്നു സൂര്യകാന്തിന്റെ യാത്രകൾ. 1984 നിയമത്തിൽ ബിരുദം. പിന്നീട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക്. പിന്നീട് പടിപടിയായി പദവികൾ തേടിയെത്തി. ഹിമാചൽ പ്രദേശിന്റെയും ഹരിയാനയുടെയും ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ചു. 2019 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി. 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിൽ വിമർശനവുമായി BJP. അദ്ദേഹം എവിടെയാണെന്നും ഇത്രമേൽ പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ ചടങ്ങിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിന്നുവെന്നും ആർക്കറിയില്ലെന്നും BJP വക്താവ് അമിത് മാളവ്യ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഹുൽ ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്നും ജനാധിപത്യ പാരമ്പര്യങ്ങളെ ആവർത്തിച്ചവമതിക്കുന്ന ആളാണ് അദ്ദേഹമെന്നും BJP ദേശീയ വക്താവ് CR കേശവൻ ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രമായി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെയാണ് മത്സരചിത്രം തെളിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26 ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ എന്നിവർ യഥാസമയം പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ UDFന് മത്സരം കടുക്കും. കോർപ്പറേഷനിൽ 10 വിമതരാണുള്ളത്. മുൻ ഡെപ്യൂട്ടി മേയർ, മഹിളാ കോൺഗ്രസ് നേതാവ്, മുൻ കൗൺസിലർ, അങ്ങനെ നീളുന്നു പട്ടിക. കൊച്ചി കോണത്ത് ഡിവിഷനിൽ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ, ഗിരിനഗറിൽ മഹിളാ കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായ മാലിനി കുറുപ്പ്, പാലാരിവട്ടത്ത് മുൻ കൗൺസിലർ ജോസഫ് അലക്സ്, മാനശ്ശേരി ഡിവിഷനിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സോഫിയ രാജു തുടങ്ങിയവരാണ് വിമതരായി മത്സരരംഗത്തുള്ളത്. മുൻ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബാസ്റ്റിൻ ബാബു 72ാം ഡിവിഷനിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട്. മുണ്ടൻവേലി ഈസ്റ്റ് ഡിവിഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആഷ്ലി, മൂലംകുഴി ഡിവിഷൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോണി, പള്ളുരുത്തിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയും ബ്ലോക്ക് സെക്രട്ടറിയുമായ ഹസീന എന്നിവരും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയാണ്. UDFനെതിരെ മത്സരരംഗത്തുള്ള വിമതർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നതെന്നും ഷിയാസ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.
കണ്ണൂർ ജില്ലയിൽ നഗരസഭകൾ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾ 5 ഇടങ്ങളിൽ എതിരില്ലാതെ ജയിച്ചു. ഭീഷണിയിലൂടെയാണ് UDF സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാകാത്തതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കി. കണ്ണൂർ, തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകളിലുൾപ്പെടെ 5 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആന്തൂരിൽ കോടല്ലൂർ, തളിയിൽ എന്നീ വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 13-ാം വാർഡ് കോടല്ലൂർ EC രജിത, 18-ാം വാർഡ് തളിയിൽ KV പ്രേമരാജൻ എന്നിവരുടെ എതിർ സ്ഥാനാർത്ഥികളായ UDFന്റെ പത്രികയാണ് തള്ളിയത്. കൂടാതെ 5-ാം പീടിക വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിവ്യ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായാണ് കോൺഗ്രസ് ആരോപണം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്തതിന്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിലിടുകയാണെന്ന് CPM വ്യക്തമാക്കി. CPM ഭീഷണി കാരണം സ്ഥാനാർത്ഥികളാവാൻ സ്ത്രീകൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ലെന്ന് UDF നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു. ആന്തൂരിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വധഭീഷണിയുണ്ടായിരുന്നു. CPM ഭീഷണി മറികടന്ന് സ്ഥാനാർത്ഥിയാവാൻ ആളെ കിട്ടുന്നില്ല എന്നതാണ് UDF പ്രതിസന്ധി. അമൃത ന്യൂസ്, കണ്ണൂർ. വയനാട്ടിൽ വിമതശല്യം ഒഴിഞ്ഞെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് UDF. ജംഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചെങ്കിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാത്തത് DCCയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്നാണെന്ന ആരോപണം നിലനിൽക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. പനമരം ബ്ലോക്ക് പൂതാടി ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി കണിയാമ്പറ്റ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജേക്കബ് രംഗത്തുണ്ട്. അവസാന നിമിഷം വരെ ബിനുവിനെ പിന്തിരിപ്പിക്കാൻ DCC നേതൃത്വം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. മുസ്ലിം പ്രാതിനിധ്യമില്ലെന്ന സമസ്തയുടെ ആരോപണങ്ങൾക്കിടയിൽ ഷംഷാദ് മരക്കാരെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കളാണ് ബിനു ജേക്കബിനെ പിന്തുണയ്ക്കുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മീനങ്ങാടി ജില്ലാ ഡിവിഷനിലും വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. അതോടൊപ്പം പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വിമതർ പത്രിക പിൻവലിക്കാത്തത് കോൺഗ്രസിന് തലവേദനയാണ്. അമൃത ന്യൂസ്, വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രകടന പത്രിക. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമോ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുജനാരോഗ്യം, വന്യജീവി ശല്യം തടയൽ, ദുരന്ത നിവാരണത്തിന് അടിയന്തര സഹായം നൽകൽ എന്നിവയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നാണ് UDF വാഗ്ദാനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. വന്യജീവികളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും. തെരുവ് നായ ശല്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കും. ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 2000 രൂപ അനുവദിച്ചു നൽകും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിൽ ഒരിക്കലാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കാർബൺ ന്യൂട്രലാക്കി മാറ്റും. ചരിത്രത്തിലാദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിതമായ ഫണ്ട് അനുവദിക്കുമെന്നും പ്രകടന പത്രികയിൽ UDF വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസാണ് നടന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും. ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണ്ണമായി നൽകും. ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ 10% വർധനവ് ഉറപ്പുവരുത്തും. സീറോ വേസ്റ്റേജ് എന്നാണ് UDF ലക്ഷ്യം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പർ വെക്കും. നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പിലാക്കും. പിൻവാതിൽ നിയമനം പൂർണ്ണമായും തടയുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു. ഞങ്ങളിതെല്ലാം വളരെ ഇഴകേറി പരിശോധിച്ചതാണ്. നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ, അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് 100% ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അഭിമാനപൂർവ്വമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമായ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, നേതാക്കളായ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ശ്വാസതടസ്സത്തെ തുടർന്ന് ഒക്ടോബർ അവസാനം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നടൻ ആശുപത്രി വിട്ട് 12 ദിവസത്തിന് ശേഷമാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹത്തെ വസതിയിലേക്ക് മാറ്റിയത്. ഈ വരുന്ന ഡിസംബർ 8-ന് 90-ാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം മുംബൈയിലെ വിലെ പാർലെ ശ്മശാനത്തിൽ നടത്തി. വർഷാവസാനത്തിന് മുൻപായി നിയമപ്രകാരമുള്ള സ്വദേശീവൽക്കരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് UAE-യിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. 50-ഓ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശീവൽക്കരണം ഡിസംബർ 31-നകം പൂർത്തിയാക്കണം. നിയമം പാലിക്കാത്ത കമ്പനികൾ കനത്ത പിഴ ഒടുക്കേണ്ടി വരും. ജനുവരി 1 മുതൽ പരിശോധന കർശനമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാന സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന 20 മുതൽ 49 ജീവനക്കാർ വരെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും സ്വദേശീവൽക്കരണ നടപടികൾ പൂർത്തിയാക്കണം. ഇത്തരം കമ്പനികൾ കുറഞ്ഞത് ഒരു സ്വദേശിക്കെങ്കിലും ഈ വർഷം അവസാന ദിവസത്തിനുള്ളിൽ ജോലി നൽകണമെന്നാണ് നിയമം. കുവൈറ്റിലെ പ്രമുഖ റെസ്റ്റോറന്റിലെ ശുചിമുറിയിൽ ഒരു ഉപഭോക്താവ് മറന്നുവെച്ച ആഡംബര വാച്ച് മോഷ്ടിച്ച അറബ് മോഷ്ടാവ് മനംമാറ്റം വന്നതോടെ തൊണ്ടി മുതൽ തിരികെ ഏൽപ്പിച്ചു. ഏകദേശം 4800 ദിനാർ വിലയുള്ള റോളക്സ് വാച്ചാണ് മോഷ്ടാവ് വിൽപ്പന നടത്താൻ ശ്രമിച്ചത്. എന്നാൽ വാറന്റി കാർഡ് ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകളില്ലാത്തതിനാൽ വിൽപ്പന നടത്താൻ കഴിയാതെ വന്നതോടെ മോഷ്ടാവിന് മനംമാറ്റം വരികയും മോഷണം നടത്തിയ റെസ്റ്റോറന്റിലെത്തി മാനേജർക്ക് വാച്ച് തിരികെ നൽകുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വാച്ച് നഷ്ടപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് ഉടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അധികൃതർ റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. വാച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റ് മാനേജർ മോഷ്ടാവിനോട് ആവശ്യപ്പെട്ടെങ്കിലും അപകടം മണത്ത ഇയാൾ തൊണ്ടി മുതൽ റെസ്റ്റോറന്റിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. ഇതേ തുടർന്ന് റെസ്റ്റോറന്റ് മാനേജർ പോലീസിൽ വിവരം അറിയിക്കുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു. കൂടുതൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കുന്ന ഓൺലൈൻ ഇടപാടുകളെ അവഗണിക്കണമെന്ന് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. 10% വരെ പ്രതിമാസ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുള്ള സാമൂഹ്യ മാധ്യമ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദുബായ് പോലീസിന് കീഴിലുള്ള ആന്റി ഫ്രോഡ് സെന്റർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. 10% പ്രതിമാസ ലാഭവിഹിതം എന്നത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു നിക്ഷേപ പദ്ധതിയിലും സാധ്യമാകാത്ത കാര്യമാണ്. ഇത് മനസ്സിലാക്കി ഇത്തരം വാഗ്ദാനങ്ങളെ അവഗണിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. നിക്ഷേപ പദ്ധതികളിൽ പണമിടുന്നതിന് മുൻപ് ഔദ്യോഗിക ചാനലുകൾ വഴി അവയുടെ നിയമസാധുത പരിശോധിക്കണമെന്നും ദുബായ് പോലീസിലെ ആന്റി ഫ്രോഡ് സെന്റർ നിർദ്ദേശിച്ചു. കുവൈറ്റിൽ വിദേശികളുടെ വിസ ചട്ടങ്ങൾ പ്രകാരം കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് കുറഞ്ഞത് 800 ദിനാർ പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന. എന്നാൽ ചുരുക്കം ചില വിഭാഗങ്ങളെ കുറഞ്ഞ ശമ്പള പരിധി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയമ ഗവേഷകർ, സർവകലാശാല പ്രൊഫസർമാർ, സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർമാർ, അധ്യാപകർ, സാമൂഹിക മനഃശാസ്ത്ര വിദഗ്ധർ, സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ, ഔഖാഫ് മന്ത്രാലയത്തിന് കീഴിലുള്ള പള്ളികളിലെ ഇമാമുകൾ, ഖത്തീബുമാർ, ആരോഗ്യ മന്ത്രാലയത്തിലെയും സൈനിക മെഡിക്കൽ സെന്ററുകളിലെയും മെഡിക്കൽ ആരോഗ്യ വിദഗ്ധർ, ഫാർമസിസ്റ്റുകൾ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, മാധ്യമപ്രവർത്തകർ, ഒപ്പം സർക്കാർ സ്പോർട്സ് ഫെഡറേഷനുകളുമായും ക്ലബ്ബുകളുമായും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പരിശീലകരും അത്ലറ്റുകളും ഉൾപ്പെടെയുള്ള കായിക ഉദ്യോഗസ്ഥർ, ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് നിയമിക്കപ്പെട്ട ജീവനക്കാർ എന്നീ വിഭാഗങ്ങളെയാണ് കുറഞ്ഞ ശമ്പള പരിധി നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയത്. ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ഷാർജ ആസ്ഥാനമായ HK റീഹാബിലിറ്റേഷൻ സെന്റർ ഭിന്നശേഷി കുട്ടികൾക്കായി ഓപ്പൺ സ്കൂൾ പഠന സൗകര്യം ഒരുക്കുന്നു. HK ബ്രിഡ്ജ് എന്ന പേരിൽ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചതായി അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഠന ബുദ്ധിമുട്ടുകൾ, ശ്രദ്ധാപരിമിതികൾ, മാനസിക വെല്ലുവിളികൾ എന്നിവയാൽ മെയിൻ സ്ട്രീം സ്കൂളുകളിൽ പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അടിസ്ഥാനമാക്കിയ പാഠ്യപദ്ധതിയാണ് HK ബ്രിഡ്ജ് പിന്തുടരുന്നത്. വിഷയങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാനും 10 അല്ലെങ്കിൽ +2 യോഗ്യത നേടുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. ഹരീഷ് കണ്ണൻ, സൗമ്യ ഹരീഷ്, സന്തോഷ് കേട്ടത്ത്, TN കൃഷ്ണകുമാർ, VS ബിജുകുമാർ, ഇഗ്നേഷ്യസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
സൗദിയിൽ സ്പോർട്സ് മന്ത്രാലയവുമായി സഹകരിച്ച് സ്വകാര്യ മേഖലയിലെ ജിമ്മുകളിലും സ്പോർട്സ് സെന്ററുകളിലും 12 തൊഴിലുകളിൽ 15% സൗദിവൽക്കരണം നടപ്പാക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തീരുമാനിച്ചു. അടുത്ത വർഷം നവംബർ 28 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 4 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് സൗദിവൽക്കരണ തീരുമാനം ബാധകമാകും. അമൃത ടിവിയുടെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഥമ ഡിജിറ്റൽ മീഡിയ പുരസ്കാര സമർപ്പണം കൊച്ചിയിൽ നടന്നു. വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ സഫാരി ടിവി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര, ഫ്ലവേഴ്സ് ടിവി 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അമൃത ടെലിവിഷൻ മാറിയെന്നും ഗുണമേന്മ കാത്തുള്ള 20 വർഷത്തെ പ്രവർത്തനമാണ് അമൃത ടെലിവിഷന്റെ മേന്മയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മൂല്യാധിഷ്ഠിതമായ ഡിജിറ്റൽ വീഡിയോ സൃഷ്ടികൾ വഴി സമൂഹ മാധ്യമങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ച താരങ്ങളെയാണ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ പുരസ്കാര ചടങ്ങിൽ ആദരിച്ചത്. സഫാരി ടിവി മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര, ഫ്ലവേഴ്സ് ടിവി 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ എന്നിവർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മലയാളിയുടെ ഹൃദയത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ചാർത്തിയ കയ്യൊപ്പാണ് അമൃത ടി വി എന്ന് വി ഡി സതീശൻ പറഞ്ഞു. തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത ടി വിയുടെ സവിശേഷതയായി ഞാൻ കാണുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു. പണ്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വാർത്ത വിശ്വസിക്കും. ഇപ്പം എന്നെ പോലെ ഒരാൾ ആദ്യമൊരു വാർത്ത ഡിജിറ്റൽ മീഡിയയിൽ കണ്ടാൽ അത് അവിശ്വസിക്കും ആദ്യം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് വിശ്വസിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. വിനോദ പരിപാടികളിൽ വലിയ മാറ്റത്തിന് തുടക്കമിട്ട ചാനലാണ് അമൃത ടി വി എന്നും അമൃത ടി വി പരിപാടികൾ വഴിയാണ് പുതുമയുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിർമ്മിക്കാമെന്ന ആത്മവിശ്വാസം ലഭിച്ചതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. കേരളത്തിൽ കണ്ണുനീർ പരമ്പരകൾ അരങ്ങുവാണിരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വ്യത്യസ്തമായ ചില പരിപാടികളുമായി 2005 പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ തുടക്കം അമൃതയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ടെലിവിഷൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. 93 മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ടെലിവിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ ആ മാറ്റത്തിന് തുടക്കമിട്ട ഒരു ചാനൽ എന്ന നിലയിൽ അമൃത കൊണ്ടുവന്ന വിപ്ലവം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഫാരി എന്നൊരു ചാനൽ സ്വപ്നം കാണുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കേരളം സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതൃക ശരിക്കും അമൃത തന്നെയായിരുന്നു. റേറ്റിംഗ് മത്സരങ്ങൾക്കിടയിലും ചാനലുകൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ വേദികൾ സൃഷ്ടിക്കാൻ അമൃത ടി വി നടത്തുന്ന പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ കാണുന്നുവെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമുക്കൊരു പക്ഷേ ഈ ഒരു പുരസ്കാരം വാങ്ങാൻ വരണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഈ ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി, കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത, ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ, അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് ടി വി അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. നമുക്കെന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത ടി വി നടത്തിയ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. നമുക്കിപ്പോൾ ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ. 2025 സോഷ്യൽ മീഡിയ സ്റ്റാർ പുരസ്കാരങ്ങൾ ഗോവിന്ദ് പത്മസൂര്യ, ജീവ എന്നിവർ ഏറ്റുവാങ്ങി. മികച്ച സോഷ്യൽ വ്ളോഗർ, മികച്ച അഭിമുഖം, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ടെക് ചാനൽ, മോട്ടിവേഷണൽ സ്പീക്കർ തുടങ്ങി 20 വിഭാഗങ്ങളിലായി 40 പ്രതിഭകൾ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും ഏറ്റുവാങ്ങി. അമൃത ടി വി ഡയറക്ടർ മഹാദേവ അയ്യർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണേന്ദ്രൻ, താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ തുടങ്ങിയവർ ചേർന്നാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. സംഗീത സംവിധായകൻ ശരത്, നടൻ ധ്യാൻ ശ്രീനിവാസൻ, നടി ഗൗരി ജി കിഷൻ,
സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുരസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എമർജിംഗ് മീഡിയ എന്ന വിഷയത്തിൽ കോൺക്ലേവും സംഘടിപ്പിച്ചിരുന്നു. അമൃത ടിവിയുമായി സഹകരിച്ച വ്യവസായ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിൽ ഭക്തജന തിരക്ക്. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 16,000 കടന്നതിന് പിന്നാലെ സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിച്ചു. സ്പോട്ട് ബുക്കിങ്ങിന് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 5,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ്. ഇന്ന് ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക സമിതിയാണ് തീരുമാനമെടുത്തത്. നിലവിൽ ഭക്തരുടെ ക്യൂ ശരംകുത്തി വരെ നീണ്ടിരുന്നു. വൈകിട്ട് 5 മണിവരെ 82,205 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. നിലവിൽ 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ്. DGP റവാഡ ചന്ദ്രശേഖർ സന്നിധാനത്തെത്തി സുരക്ഷ നേരിൽ കണ്ട് വിലയിരുത്തിയിരുന്നു. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി ദക്ഷിണാഫ്രിക്ക. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ 201 റൺസിന് ഓൾ ഔട്ടാക്കി. ഫോളോ ഓൺ ചെയ്യിക്കാതെ രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 26 റൺസ് എടുത്തിരിക്കുകയാണ്. നിലവിൽ 314 റൺസിന്റെ ലീഡാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത്. 13 റൺസുമായി റയാൻ റിക്ലത്തനും 12 റൺസെടുത്ത് ഐഡൻ മാർക്രവുമാണ് ക്രീസിൽ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.